നമസ്കാരം. കുവൈറ്റ് എയർപോർട്ട് നടന്നിട്ടുള്ള ആ മിസൈൽ ആക്രമണം, ആ എയർപോർട്ട് തകർത്ത് ഒരു ഭാഗം തരിപ്പണമാക്കി കളഞ്ഞ ആ മിസൈൽ ആക്രമണം, അതിന്റെ അപ്പൻ ആരാണ് എന്നിതുവരെ തീരുമാനമായിട്ടില്ല. ഇറാൻ പറയുന്നു തങ്ങളല്ല എന്ന്. ഇറാന്റെ ഡ്രോണുകളെ തകർക്കാൻ അല്ലെങ്കിൽ ഇറാന്റെ മിസൈലുകളെ തകർക്കാൻ വേണ്ടി വന്ന അമേരിക്കയുടെ പേട്രിയറ്റ് ലക്ഷ്യം തെറ്റി കുവൈറ്റിൽ ചെന്ന് വീണതാണ് എന്നും, അതല്ല കുവൈറ്റ് വിമാനത്താവളം ആക്രമിച്ച് അത് നശിപ്പിച്ചിട്ട് അത് ഇറാന്റെ പെരടിക്ക് കൊണ്ട് വെച്ചു കൊടുക്കാൻ വേണ്ടി അമേരിക്ക കളിച്ചിട്ടുള്ള നാടകമാണ് എന്നും വാർത്തകൾ വരുന്നുണ്ട്. രണ്ടായാലും തകരുന്നത് മിഡിൽ ഈസ്റ്റിലെ വിമാനത്താവളമായതുകൊണ്ട് അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. അത് കുവൈറ്റ് സഹിച്ചോളും. ഏതായാലും ആ സംഭവത്തിന് ശേഷം മിഡിൽ ഈസ്റ്റ് വലിയ കുഴപ്പമില്ലാതെ പോകായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇറാൻ കയറി ഒരു പൊട്ടീരങ്ങോട്ട് പൊട്ടിച്ചു. റാമത്ത് ഡേവിഡ് തരിപ്പണമാക്കി കളഞ്ഞു. ഇസ്രായേലിന്റെ നെഞ്ചും കൂട് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഇസ്രായേലിന്റെ വിമാനത്താവളത്തിലേക്ക് കയറി ഇറാൻ അടിക്കുമ്പോൾ ഞെട്ടുന്നത് അമേരിക്കയാണ്. കാരണം ഇനി മിസൈൽ തൊടുക്കരുത്, ഒന്നും ചെയ്യരുത് എന്നൊക്കെ അന്ത്യശാസനം കൊടുത്തത് അമേരിക്കൻ ട്രംപുമാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് മിസൈൽ മഴ പെയ്ച്ചുകൊണ്ട് ഇറാന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പ്രതികാരം എന്ന് മനസ്സിലാക്കണം. അമേരിക്കയുടെ താല്പര്യത്തിനുള്ള ചില അന്താരാഷ്ട്ര കരാറുകൾ, അല്ലെങ്കിൽ അമേരിക്കയുടെ ചില ഭീഷണികൾ, അമേരിക്ക ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചില തീട്ടൂരങ്ങൾ, ഇതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് മിഡിൽ ഈസ്റ്റിൽ വീണ്ടും ഇറാൻ രൗദ്രഭാവത്തില് ആഞ്ഞടിക്കുകയാണ്. ഏതൊരു രാജ്യത്തും ആ രാജ്യത്തിന്റെ എയർപോർട്ടുകൾ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ വലിയ ഭീഷണിയാണ്. കാരണം ആ രാജ്യത്തു നിന്ന് മറ്റെങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ എയർപോർട്ടുകളാ ശരണം. സാധാരണഗതിയിൽ ശത്രു രാജ്യങ്ങൾ പോലും മറ്റു രാജ്യങ്ങളുടെ എയർപോർട്ടുകൾ മേൽ അങ്ങനെ ആക്രമിക്കാറില്ല. അതവർ ഒരു യുദ്ധത്തിന്റെ ഒരു എത്തിക്സ് ആയിട്ട് വരികയാണ് ചെയ്യുക. പക്ഷെ ഇസ്രായേലിന് മുന്നിൽ ആ എത്തിക്സ് വെച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കാരണം ഇസ്രായേൽ കാണിക്കുന്നത് ജനവാസ മേഖലകളിൽ, ആശുപത്രികളുടെ മേളില്, സ്കൂളിന്റെ മേലൊക്കെയാണ് കൊണ്ടുചെന്ന് ബോംബിടുന്നത്. അങ്ങനെ ബോംബിട്ടുകൊണ്ടിരിക്കുന്ന, അങ്ങനെ പിഞ്ചു കുട്ടികളെ, സ്ത്രീകളെ ഒക്കെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിന്റെ മേൽ ആ നീതി അല്ലെങ്കിൽ ആ യുദ്ധധർമ്മം നോക്കേണ്ട ആവശ്യമില്ല എന്നതാണ് ഇറാന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ നെടുന്തൂണായിട്ടുള്ള റാമത്ത് ഡേവിഡ് വിമാനത്താവളത്തിന് നേരെ ഒന്നിനു പിറകെ ഒന്നായി പാഞ്ഞെടുത്തിട്ടുള്ള ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ആ വിമാനത്താവളത്തെ അക്ഷരാർത്ഥത്തിൽ തരിപ്പണമാക്കിയിരിക്കുകയാണ്. അമേരിക്കയുടെ അന്ത്യശാസനം എന്ന് പറയുന്നത് നമുക്കറിയാം, ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ തൊടാൻ പാടില്ല, എങ്ങോട്ടും അയക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ബാലിസ്റ്റിക് തന്നെ പോയാൽ മതി എന്ന് തീരുമാനിക്കുക. അതായത് ഒരു നിലയ്ക്കും തങ്ങളുടെ അഭിപ്രായത്തിന്, തങ്ങളുടെ രാഷ്ട്രബോധത്തിന്, അല്ലെങ്കിൽ തങ്ങളുടെ ആത്മാഭിമാനത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത മറ്റ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ശത്രുരാജ്യങ്ങൾ, പ്രത്യേകിച്ച് ട്രംപ് പറയുന്നത് ഒന്നും തന്നെ മൈൻഡ് ചെയ്യേണ്ടതില്ല, നേരെ വിപരീതം പ്രവർത്തിക്കുക എന്നുള്ള നിലയിലേക്ക് ഇപ്പോൾ ഇറാൻ പോയിരിക്കുകയാണ്. പക്ഷേ ട്രംപ് മറുഭാഗത്തൊന്നും മിണ്ടാൻ വയ്യാത്തൊരവസ്ഥയില്ല. കഴിഞ്ഞ ഏപ്രിലാണ് ഒരു വെടിനിർത്തൽ ഉണ്ടായത്, പേരിനെങ്കിലും ഒരു വെടിനിർത്തൽ ഉണ്ടായത്. അത് ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും പറ്റാത്തത് കൊണ്ട് ഇറാനെ മാറ്റി നിർത്തി ലെബനനെയും അതുപോലെ മറ്റ് രാജ്യങ്ങളെയും ഗസയും ഒക്കെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള, ഹിസ്ബുള്ളയൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം. അങ്ങനെയാണോ വെടിനിർത്തൽ വന്നത്? ആ സമയത്തും ഇറാൻ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, ഹിസ്ബുള്ളയെ തൊടാൻ പാടില്ല, ലെബനനെ തൊടാൻ പാടില്ല. അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ തങ്ങൾക്ക് ചിലപ്പോൾ അത് നൊന്തെന്ന് വരും, അതിന്റെ തിക്തഫലങ്ങൾ അമേരിക്കയും ഇസ്രായേലും അറിയേണ്ടി വരുമെന്ന്. അതാണിപ്പോ ഇറാൻ തൊടുത്തു വിട്ടിരിക്കുന്നത്. കാരണം ഇറാനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇസ്രായേൽ ഹിസ്ബുള്ളയെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു, ലെബനൻ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ലെബനന്റെ ചില പ്രദേശങ്ങളൊക്കെ അവിടെ ഉള്ളവരെ മാറി താമസിക്കാൻ പറയണം, വടക്കൻ ലെബനിലേക്ക് പോകാൻ പറയുന്നു. ഇതൊക്കെ ഇനി തങ്ങളുടേതാണെന്ന് പറയുന്നു. അത്തരത്തിലുള്ള ഒരു അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തങ്ങളുടെ കരാർ തന്നെ, തങ്ങളുടെ ആവശ്യം തന്നെ ലെബനോനെ ഇറാൻ ആക്രമിക്കരുത് എന്നാണ്. അപ്പോൾ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ലെബനനിൽ കയറി ഇസ്രായേൽ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നോക്കിക്കൊണ്ടിരിക്കാൻ തങ്ങൾക്കാവില്ല എന്ന് ഇറാൻ പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേലിന്റെ വിമാനത്താവളം തവിട് പൊടിയാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിൽ കയറി ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ആക്രമിച്ച് അഹങ്കരിച്ച ഇസ്രായേലിന് അവരുടെ സ്വന്തം മണ്ണിൽ വെച്ച് തന്നെ ഇറാൻ കൊടുത്ത 8ന്റെ പണിയാണിത്. തങ്ങളുടെ സഖ്യകക്ഷികളെ തൊട്ടാൽ നിങ്ങളുടെ താവളങ്ങൾ ഞങ്ങൾ ചാരമാക്കും എന്ന് കൃത്യമായ മുന്നറിയിപ്പ് ഇതിനു മുമ്പ് ഇറാൻ കൊടുത്തിട്ടുണ്ട്. ആ മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് ലെബനിലേക്ക് കടന്നു കയറി ലെബനിലെ കുരുന്നുകളെ കൊന്ന് ഒടുക്കി അവിടുത്തെ അവരുടെ സ്ഥലം കൈയടക്കി തങ്ങളുടെ അധിനിവേശ പ്രദേശമാക്കി മാറ്റാനുള്ള ആ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് 4 തവണയായി ഇസ്രായേൽ മണ്ണിലേക്ക് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചത്. ഇതോടെ റഫ ഇടനാഴി, കരീബ് അബു സലീം ഇടനാഴിയൊക്കെ അടച്ചുപൂട്ടി ഇസ്രായേൽ പൂർണ്ണമായിട്ടും ഭയന്ന് വിറച്ചിരിക്കുക. കാരണം ഇസ്രായേൽ ഒരിക്കലും ഇങ്ങനെ ഒരു അടി പ്രതീക്ഷിച്ചിട്ടില്ല. ഇറാനുമായി നേരിട്ട് യുദ്ധം നടത്തിയിരുന്ന കാലത്ത് തന്നെ ഇസ്രായേലിന്റെ കഥ ഏകദേശം കഴിഞ്ഞിരുന്നതാണ്. അവരുടെ അയൺഡോമുകൾ നിഷ്പ്രഭമായി, അവരുടെ മറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ എല്ലാ സംവിധാനങ്ങളും തകർന്ന് തരിപ്പണമായിരുന്നു. അതിനുശേഷം പുറത്തു വന്ന റിപ്പോർട്ട് പട്ടാളക്കാരില്ല എന്നാണ്. ഇസ്രായേലിലുണ്ടായിരുന്ന പട്ടാളക്കാർ പിന്നെ എങ്ങോട്ട് പോയി? അവരൊക്കെ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ബാക്കി വേണ്ടേ? ഇപ്പൊ എന്തേ അവിടെ യുദ്ധത്തിന് നിർബന്ധ പട്ടാള സേവനം ആവശ്യമില്ലാത്ത വിഭാഗങ്ങളുണ്ട് അവിടെ. അവരെ കൂടി നിങ്ങൾ നിർബന്ധമായി സൈനിക സേവനം
നടത്തണമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഇസ്രായേൽ യുവാക്കൾ കുറവാണ്. ആ യുവാക്കളെല്ലാം നിർബന്ധമായിട്ടും പട്ടാള സേവനം ആവശ്യമാണ് അവർക്ക്. ഇപ്പോ അത് പൂർണ്ണമായിട്ടും നിർബന്ധമായി വേണം എന്ന നിലയിലേക്ക് വരുന്നുണ്ട്. അതായത് വലിയ ആൾനാശം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ ഇസ്രായേലിനുണ്ടായി എന്നത് തെളിയിക്കുകയാണ് ഇവിടെ. അതിനിടയിലാണ് ഇറാനെ മാറ്റി നിർത്തിയിട്ട് ലെബനനിൽ കയറി ആക്രമിച്ചുകൊണ്ട് തങ്ങളുടെ പ്രദേശം വർദ്ധിപ്പിക്കുക. അതായത് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം നിർത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ലെബനനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ കയറി ഇസ്രായേലിലേക്ക് അടിക്കുന്നത്. ഏതായാലും ട്രംപിന്റെ ഭീഷണിക്ക് ഇറാൻ കൊടുക്കുന്നത് പുല്ലുവിലയാണെന്ന് മനസ്സിലാവും. ട്രംപ് എത്രത്തോളം ഭീഷണി മുഴക്കിയോ എന്ത് ഭീഷണി മുഴക്കിയോ അതൊന്നും കേൾക്കാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല, അത് ഏതോ പൊട്ടൻ എവിടെയോ കിടന്ന് എന്തൊക്കെ കുരയ്ക്കുന്നു എന്നല്ലാതെ ഞങ്ങൾക്കതൊന്നും ബാധകമല്ല എന്നുള്ള തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് ഇറാൻ മാറിക്കൊണ്ടിരിക്കുക. അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് വലിയ വായിൽ എന്തൊക്കെയോ പ്രസംഗിക്കുന്നുണ്ട്. ഇറാന്റെ ആസ്തികൾ മരവിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. ഇറാന്റെ ആസ്തികൾ മരവിപ്പിക്കുക മാത്രമല്ല, അത് പങ്കുവെച്ച് വേറെ ആർക്കൊക്കെ കൊടുക്കും എന്ന് പറയുന്നുണ്ട്. അതായത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ മുതൽ കട്ടെടുക്കുക, അല്ലെങ്കിൽ പിടിച്ചു പറിക്കുക, അത് സ്വന്തമായി ഉപയോഗിക്കുക, അതല്ലെങ്കിൽ തങ്ങളുടെ ഇഷ്ടക്കാർക്ക് കൊടുക്കുക. ഇതാണ് അവരുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. കഴിഞ്ഞ 10-47 വർഷമായി ഇറാന്റെ പല സ്വത്തുവകകളും മരവിപ്പിച്ച് പല ബാങ്കുകൾ വെച്ചൊക്കെയാണ്. അതൊക്കെ എടുത്ത് വിതരണം ചെയ്യും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറാന്റെ വിശ്വരൂപം താങ്ങാൻ ട്രംപിന് ശേഷിയുണ്ടോ എന്നാണ് കണ്ടറിയേണ്ടത്. ഇറാന്റെ ആസ്തികൾ മരവിപ്പിക്കുന്നത് മാത്രമല്ല, ഉപരോധം ഇനി നീക്കാൻ പോകുന്നില്ല. അതായത് അവസാനത്തെ കരാർ, യുദ്ധം നിർത്തിയിട്ടുള്ള വെടിനിർത്തൽ കരാർ ഒപ്പുവയ്ക്കാതെ ഇറാന്റെ ഒരു തരത്തിലുള്ള ഇറാന്റെ ഉപരോധവും നീക്കില്ല എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് ഇറാൻ പറയുന്നത്, നിങ്ങൾ അത്ര ബുദ്ധിമുട്ടണ്ട, നിങ്ങൾ യുദ്ധം നിർത്താൻ പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപരോധം നീക്കണ്ട എന്നാണ്. കാരണം ഉപരോധം നീക്കാമെന്ന ട്രംപിന്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് ഇറാൻ എന്തെങ്കിലും ഈ ഉടമ്പടികളിലൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞാൽ ട്രംപാണ് പറയുന്നത് എന്നതുകൊണ്ട് അത് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ കരാറും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട, അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക് എന്നാണ് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പ്രസംഗം ഇവിടെ ഇറക്കണ്ടെന്ന്. ഇറാന്റെ ആസ്തികൾ മരവിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി മരവിപ്പിച്ചു വെച്ചേക്കല്ലേ, നിങ്ങൾ ഉപരോധം നീക്കില്ല എന്ന് പറയുന്നത്. നീക്കണ്ട, നിങ്ങളത് കെട്ടിത്താങ്ങി വെച്ചുകൊണ്ടിരുന്നോ, ഇറാൻ മര്യാദയ്ക്ക് പെരുമാറണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇറാൻ മര്യാദയ്ക്കാണ് പെരുമാറുന്നത്. ഇതിലും വലിയ മര്യാദ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇനി ഞങ്ങൾ മര്യാദ കെട്ടുകഴിഞ്ഞാൽ ഇസ്രായേലും അതുപോലെ അമേരിക്കയും അറിയേണ്ടി വരും എന്ന് തന്നെയാണ് പറയുന്നത്. അതിന്റെ തെളിവാണ് ഇസ്രായേലിന്റെ വിമാനത്താവളം തവിട് പൊടിയാക്കിയിട്ടുള്ളത്. അപ്പൊ യുദ്ധത്തിന്റെ പേരും പറഞ്ഞിട്ട് ഇറാന്റെ പണം കവർന്നിട്ട് സ്വന്തം കൂട്ടുകാർക്ക് വീതവയ്ക്കാൻ നോക്കിയിട്ടുള്ള അമേരിക്കൻ ഉദ്യോഗസ്ഥൻ സ്കോട്ട് ബസന്തിനോട് ഇറാന്റെ വിദേശകാര്യമന്ത്രി കാസിം ഗരീബാദിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, ഇത് നിന്റെ അപ്പന്റെ വകയല്ല, തൊട്ടാ കളിമാറുമെന്ന്. അതായത് പച്ചയ്ക്കാണ് ഇറാൻ പറയുന്നത്, നിന്റെ തന്തയുടെ വകയല്ല എന്ന് തന്നെയാണ് പറയുന്നത്. ട്രംപ് NBC ന്യൂസിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ ഇരുന്നു കൊണ്ട് ഭീഷണി മുടക്കി അതിന്റെ ചൂട് തീരുന്നതിന് മുമ്പ്, അതായത് അവിടെ നിന്ന് കസേരയിൽ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പാണ് റാമത്ത് ഡേവിഡ് വിമാനത്താവളത്തിന്റെ ഭാഗങ്ങൾ തെറിപ്പിച്ചുകൊണ്ട് ഇറാന്റെ മിസൈലുകൾ അവിടെ എത്തുന്നത്. മിഡിൽ ഈസ്റ്റിലേക്ക് നോക്കുന്ന ഏതൊരു മനുഷ്യനും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്നത് അമേരിക്കയുടെ കള്ളക്കളികളും ഇസ്രായേലിന്റെ ധിക്കാരവുമാണ് ഈ ചർച്ചകൾ വഴിമുട്ടാൻ കാരണമെന്ന. തങ്ങളുടെ ആത്മാഭിമാനം അല്ലെങ്കിൽ ഇറാന്റെ പരമാധികാരം അത് സംരക്ഷിക്കാൻ ഇറാൻ ഏതറ്റം വരെയും പോകുമെന്ന് ഇറാൻ ആദ്യം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനെ തുരങ്കം വയ്ക്കുന്ന ഏതൊരു പ്രവൃത്തിയും, ഇറാന്റെ സഖ്യകക്ഷികളുടെയും ഇറാന്റെയും താല്പര്യത്തിന് തുരങ്കം വയ്ക്കുന്ന ഏതൊരു പ്രവൃത്തിയും ഇറാൻ തിരിച്ചടിക്കുക തന്നെ ചെയ്യും എന്ന് ആദ്യമേ തന്നെ, അതായത് ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് തന്നെ ആദ്യം മിസൈൽ, ആദ്യം ബോംബ് പൊട്ടുന്നതിന് മുമ്പ് തന്നെ ഇറാൻ പറയുന്നുണ്ട്. അത് അപ്പോഴും ഇപ്പോഴും ഇറാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ആട്ടെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു രീതിയിലാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്രായേൽ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് ചില സമയത്ത് പോകാത്തത് കൊണ്ട് ട്രംപിന് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഇസ്രായേലിനോട് ചില കലിപ്പുണ്ട്. പക്ഷെ അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം കൊണ്ട് അത് പുറത്ത് പറയുന്നില്ല, അല്ലെങ്കിൽ ഇത് പ്രകടിപ്പിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഉള്ളിലൊരു കിരുകിരിപ്പ് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിലുള്ള കിരുകിരിപ്പ് ഒരു വശത്ത്, മറുവശത്ത് ഇറാന്റെ മിസൈലിന്റെ പ്രഹരമുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നോക്കിയിരിക്കേണ്ട ഒരു വല്ലാത്തൊരു അവസ്ഥയുണ്ട്. കണ്ണു തുറന്നിരിക്കേണ്ട ഒരു സാഹചര്യമാണ്. വായ തുറന്ന് സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമേഷ്യ ഇനി ആരുടെ കയ്യിൽ ഇരിക്കും എന്നുള്ളൊരു ആശങ്കയാണ് സത്യത്തിൽ ഇസ്രായേലിനുള്ളത്. Different angles. Don't forget to subscribe and support this channel.